ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇനി വരാനിരിക്കുന്ന അപ്കമിങ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇനി വരാനിരിക്കുന്ന വിശേഷത്തിലേക്ക് കടക്കാമേ. അപ്പോൾ ഇന്നലെ പറഞ്ഞതിൻ്റെ ബാക്കി കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ വരാനിരിക്കുന്ന വിശേഷം മാത്രമാണ് ഈ ചാനലിൽ ചെയ്യുന്നത്. മെയിൻ ചാനലായ റിയൽ സ്റ്റോറിയിലാണ് നമ്മൾ ഫുൾ വിശേഷവും അതുപോലെ നാളത്തെ വിശേഷമൊക്കെ ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞു പോറാക്കുന്നില്ല, നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ സ്റ്റാൻലിയെ കാണാനായിട്ട് ചെല്ലുകയും സ്റ്റാൻലിയോട് കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തു. അങ്ങനെ തൻ്റെ നിസ്സഹായാവസ്ഥ പറഞ്ഞ് അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ സ്റ്റാൻലി ചോദിക്കുന്ന വേറൊന്നുമല്ല, നിങ്ങൾക്കെല്ലാം ക്ഷമിച്ചൂടെ, എല്ലാം മറന്നൂടെ, വൈജയുമായിട്ട് സന്തോഷമായിട്ട് ജീവിച്ചൂടെ എന്നൊക്കെയാണ്. ഇത് കേട്ടപ്പോഴത്തേക്കും നമ്മുടെ ബാലചന്ദ്രൻ പറഞ്ഞു, ഒരിക്കലും അതിനെനിക്ക് കഴിയില്ല, എല്ലാം ഞാൻ മറന്നേനെ, എല്ലാം ഞാൻ ക്ഷമിച്ചേനെ. പക്ഷേ അവൾ എന്നോട് ചെയ്തത് കൊടും ചതിയാണ്. അവൾക്ക് എന്നോട് പറയായിരുന്നല്ലോ, അവൾക്ക് സത്യങ്ങൾ എന്നോട് തുറന്നു പറയായിരുന്നു. അവൾ ഇനിയാണെങ്കിലും ആ സത്യങ്ങൾ എന്നോട് തുറന്നു പറഞ്ഞാൽ ചിലപ്പം ഞാൻ ക്ഷമിച്ചേക്കും. പക്ഷെ ഒരിക്കലും ഞാനായിട്ട് സത്യം അറിഞ്ഞെന്നോ അതുപോലെ ഞാനായിട്ട് ഇതെല്ലാം അറിഞ്ഞിട്ട് ക്ഷമിക്കുകയോ ചെയ്യത്തില്ല. അവൾ എന്നോട് പറഞ്ഞ് മാപ്പ് ചോദിച്ചാൽ ഞാൻ ക്ഷമിക്കും. അവൾ പക്ഷേ ഒരിക്കലും അവളുടെ അഭിമാനം കളഞ്ഞ് അവൾ നിൽക്കത്തില്ല. അവൾ അഭിമാനം കളഞ്ഞ് അവൾ ഒരിക്കലും ഇതൊന്നും എന്നോട് പറയാനും പോകുന്നില്ല. നിങ്ങൾ ഭാഗ്യവാനാണ്, അങ്ങനെ ഒരു ഭാര്യേനെ കിട്ടാതിരുന്നത് നിങ്ങൾ എന്തോ ഭാഗ്യം ചെയ്തിട്ട് തന്നെയാണ്. ഞാൻ എന്തോ ചെയ്ത ഒന്നെങ്കിൽ എൻ്റെ തലമുറ ചെയ്ത പാവമോ ഞാൻ ചെയ്ത പാവമോ ആയിരിക്കാം ഇങ്ങനെ ഒരു ഭാര്യയെ എനിക്ക് കിട്ടിയത് എന്ന് ഞാനിപ്പോൾ കരുതുന്നത്. ഞാനിപ്പോൾ നിങ്ങളെ വന്ന് കണ്ടതും സംസാരിച്ചതും വേറെ ഒന്നുകൊണ്ടുമല്ല. ഞാൻ പറഞ്ഞല്ലോ സ്റ്റാൻലി, അവളുടെ അച്ഛൻ ആരാണെന്ന് എനിക്കറിയണം. അതുപോലെ വൈജയെ സ്നേഹിച്ച ആളാരാന്ന് എനിക്കറിയണം. അതുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത്. പിന്നെ അവളുടെ അച്ഛൻ ആരാണെന്ന് പറഞ്ഞ് അവളെ ഏൽപ്പിക്കാനോ ഒന്നുമല്ല, അവളെ പൊന്നുപോലെ നോക്കാനും അവളുടെ അച്ഛനായിട്ട് എന്നും ഇരിക്കാനും ഞാനുണ്ട്. അവളെ ഒരിക്കലും തേടി നിങ്ങൾ വരാൻ പാടില്ല. ഒരിക്കലും നിങ്ങൾ അച്ഛനാണെന്നും പറഞ്ഞ് അവളെ തേടി വരരുത്. അതിനുവേണ്ടി മാത്രമാണ് എന്നൊക്കെ നമ്മുടെ ബാലചന്ദ്രൻ പറഞ്ഞു. മാത്രമല്ല നമ്മുടെ സ്റ്റാൻലി വൈജയനെ അപ്പോഴും കുറ്റപ്പെടുത്തുന്നില്ല. വൈജിയുടെ പഴയകാല നന്മകളും വൈജിയുടെ പഴയകാല ഓർമ്മകളും ഒക്കെ അയാൾ അയവിറക്കുന്നുണ്ട്. അതുപോലെ വൈജ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, വൈജ നല്ലൊരു സ്ത്രീ ആയിരുന്നു, നല്ല മനുഷ്യത്വവും മനസാക്ഷിയും ഒക്കെ നിറഞ്ഞ നല്ലൊരു സ്ത്രീ ആയിരുന്നു. എന്തുകൊണ്ടാണ് വൈജയ്ക്ക് ഇങ്ങനെ ഒരു പാളിച്ച പറ്റിയത് എന്ന് ചോദിച്ചാൽ വൈജയുടെ കുടുംബക്കാർ തന്നെയാണെന്നാണ് സ്റ്റാൻലി പറയുന്നത്. ഇനിയിപ്പോൾ കഴിഞ്ഞുപോയ കാര്യങ്ങൾ തനിക്ക് ചകഞ്ഞടിക്കാൻ സൗകര്യമില്ല എന്നും താൻ കഴിഞ്ഞുപോയ കാര്യങ്ങൾ ഓർത്ത് വിഷമിച്ചിരിക്കത്തില്ലെന്നുമൊക്കെ നമ്മുടെ സ്റ്റാൻലി പറയുന്നുണ്ട്. ഏതായാലും സ്റ്റാൻലിക്ക് അലീനയെ കാണാൻ ആഗ്രഹമുണ്ടെന്നും അവളെൻ്റെ ആദ്യത്തെ കുട്ടിയാണെന്നും അവളെ കാണാൻ ആഗ്രഹമുണ്ട് എന്നുമൊക്കെ പറയുന്നുണ്ട്. എങ്കിൽ പോലും താൻ സ്നേഹിക്കുന്ന തൻ്റെ മകൾക്ക് അവകാശം പറഞ്ഞുകൊണ്ട് ഞാൻ വരില്ല എന്നും സ്റ്റാൻലി പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മുടെ ബാലചന്ദ്രന് മുന്നോട്ട് എങ്ങനെ ജീവിക്കുമെന്നോ നമ്മുടെ വൈജയെ മാറ്റിയെടുക്കാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ അലീനയെ ഇനി എങ്ങനെ നെടുമ്പുരയ്ക്കൽ വീട്ടിൽ നിർത്താൻ സാധിക്കുമെന്നോ എന്നൊന്നും അറിയില്ല. കാരണം ഒരിക്കലും നമ്മുടെ അലീനെ നെടുമ്പുരയ്ക്കൽ വീട്ടിൽ നിർത്താൻ വൈജയുടെ ആ ഒരു സ്വഭാവം സമ്മതിക്കത്തില്ല. അതെവിടെ എത്തി നിൽക്കുമെന്നോ ഒന്നും അറിയില്ല. വൈജ കോടതിയിൽ കയറിയിറങ്ങി ഇനിയിപ്പോൾ ഡിവോഴ്സിനായിട്ട് നടക്കുമോ ഇതൊന്നും അറിയാതെ ഒരു നിസ്സഹായ അവസ്ഥയിൽ തന്നെയാണ് നമ്മുടെ ബാലചന്ദ്രൻ ഇപ്പോഴും ഉള്ളത്. പക്ഷെ അതൊന്നും പുറമേ കാണിക്കുന്നില്ല. അലീന തൻ്റെ മകളാണെന്ന് ഉറച്ച വിശ്വാസത്തോടു കൂടി, അത് സമൂഹത്തിനോട് തൻ്റെ മകൾ തന്നെയാണ് അലീന, അതിപ്പം അവിഹിതത്തിലോ ഏത് രീതിയിലും ആകട്ടെ തൻ്റെ മകളാണ് അലീന എന്ന് പറയും. എല്ലാവരോടും തൻ്റെ മകൾ അലീനയാണെന്ന് തന്നെ പറയും. അലീനയ്ക്ക് വേറൊരു അച്ഛനുണ്ടെന്നോ അലീന വൈജയുടെ മകളാണെന്നോ ഒന്നും ആരെയും അറിയിക്കത്തില്ല എന്ന ആ ഒരു ഉറപ്പോടു കൂടി തന്നെയാണ് നമ്മുടെ ബാലചന്ദ്രൻ അവിടെ നിന്ന് തിരിച്ചു പോകുന്നത്. ബാലചന്ദ്രൻ എന്നിട്ട് അഡ്രസ്സൊക്കെ നമ്മുടെ സ്റ്റാൻലിക്ക് കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, മകളെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കുക, മകളെ ഞാൻ കാണിച്ചു തരും, നിങ്ങളുടെ രക്തം തന്നെയാണ്, അത് ഞാൻ എതിർക്കില്ല, പക്ഷേ അവൾ ഒരിക്കലും ഞാൻ കൊണ്ടുപോകാൻ സമ്മതിക്കത്തില്ലെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഏതായാലും നമ്മുടെ സ്റ്റാൻലിയും വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. തൻ്റെ മകളെ കാണണം, അല്ലെങ്കിൽ തൻ്റെ കാമുകിക്കുണ്ടായ ഒത്തിരി സ്നേഹിച്ച് നടന്നൊരു കാലം ഉണ്ടായിരുന്നല്ലോ സ്റ്റാൻലിക്കും വൈജയ്ക്കും. അപ്പോൾ അവർക്കുണ്ടായ ഒരു കുഞ്ഞിനെ കാണണം എന്ന് സ്റ്റാൻലിക്കും ആഗ്രഹമൊക്കെ ഉണ്ട്. ഏതായാലും സ്റ്റാൻലിയെ അവിടെ കാണിച്ചുകൊണ്ട് പിന്നെ നിർത്തുകയാണ് സ്റ്റോറിയിൽ. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് പിന്നെ സ്റ്റാൻലിനെ കാണിക്കുന്നത്. നേരെ നമ്മുടെ ബാലചന്ദ്രൻ വണ്ടി എടുത്തുകൊണ്ട് നെടുമ്പുരയ്ക്കൽ വീട്ടിൽ ചെല്ലുകയാണ്. കുറേ ദിവസമായി നമ്മുടെ സ്റ്റാൻലിനെ അല്ല ബാലചന്ദ്രനെ കാണുന്നില്ല. അലീനയും അതുപോലെ കൃഷ്ണമോളും ബബിതയും രോഹിത്തും ഒക്കെ മാറി മാറി വിളിച്ചപ്പോൾ തൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. നമ്മുടെ ബാലചന്ദ്രൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ബാലചന്ദ്രനെ വെച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട്
ഇവർ നമ്മുടെ ബാലചന്ദ്രനെ കണ്ടതും ഓടി ചെല്ലുകയാണ്. അച്ഛൻ ഇത്രയും ദിവസം എവിടെയായിരുന്നു, എന്താ അച്ഛാ, അച്ഛൻ പറയാതെ എങ്ങോട്ടാണ് പോയത്, ആകെപ്പാടെ പേടിച്ചു പോയില്ലേ, ഞങ്ങളെല്ലാവരും പേടിച്ചു പോയി അച്ഛാ എന്നൊക്കെ പറഞ്ഞ് ഓടി ചെല്ലുകയാണ്. അപ്പോഴത്തേക്കും ഒരു അത്യാവശ്യ കാര്യമായിട്ട് പോയതായിരുന്നു മക്കളെ, അപ്പോൾ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതെന്തെങ്കിലും കാര്യമുണ്ടായിട്ടാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അലീന എന്ത് ചെയ്യുന്നു ചോദിച്ചപ്പോൾ അലീന അകത്തുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ബാലചന്ദ്രൻ കയറി ചെന്നപ്പം അലീന ഇറങ്ങി വരുന്നുണ്ട്. അലീന ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, അല്ല അച്ഛൻ ഇത് എവിടെയായിരുന്നു ഇത്രയും ദിവസം? ഒരു വാക്ക് പറഞ്ഞിട്ട് അച്ഛന് പോയിക്കൂടെ? അച്ഛനെ പ്രതീക്ഷിച്ച് ഇവിടെ നിൽക്കുന്ന മക്കളുടെ കാര്യം അച്ഛൻ എന്താ ഓർക്കാത്തത്? അച്ഛന് എന്തെങ്കിലും മീറ്റിംഗ്, ബിസിനസ് മീറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അച്ഛൻ പറഞ്ഞിട്ടല്ലേ പോകുന്നത്? ഇങ്ങനെ എടുത്തു ചാടി ഇറങ്ങി ഓടേണ്ട എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരുന്നോ അച്ഛാ? അച്ഛന് ഒന്ന് ഓർത്തോണം, ഈ 3 പേർക്ക് ഇപ്പോൾ അച്ഛൻ മാത്രമേ ഉള്ളൂ, അമ്മയില്ല. അമ്മയുടെ സഹകരണമോ അമ്മയുടെ സാമീപ്യം ഒന്നും ഈ പിള്ളേർ അറിയുന്നില്ല. അപ്പം പിന്നെ അച്ഛൻ എന്തുകൊണ്ട് അച്ഛന് പറഞ്ഞിട്ട് പൊക്കൂടെ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ അലീന ഒരു കുട്ടിയെ ശ്വാസിക്കുന്നത് പോലെ നമ്മുടെ ബാലചന്ദ്രനെ ഇങ്ങനെ വഴക്ക് പറയുകയാണ്. ബാലചന്ദ്രൻ എല്ലാം കേട്ട് ഒരു കുട്ടിയെ പോലെ തന്നെ ഇത് കേട്ട് നിൽപ്പുണ്ട്. കാരണം ഒരിക്കലും അലീനയെ ധിക്കരിക്കുവാനോ അലീന പറയുന്നത് തെറ്റാണ് എന്നൊന്നും നമ്മുടെ ബാലചന്ദ്രന് പറയാനോ പറ്റില്ല. കാരണം നമ്മുടെ ബാലചന്ദ്രൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. ഈ സമയത്ത് അലീനയോട് ഒരു വാക്ക് മാത്രം പറയുന്നുണ്ട്, ഞാൻ പോയത് എന്തിനു വേണ്ടിയാണോ അത് സാധിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നതിൻ്റെ ആത്മവിശ്വാസവും എനിക്കുണ്ട്. ഇനി അങ്ങോട്ടേക്ക് നല്ല രീതിയിൽ പോകുമെന്നൊരു ആത്മവിശ്വാസവും എനിക്കുണ്ട് മോളെ. അപ്പോൾ അതുകൊണ്ട് നീ എന്ത് പറഞ്ഞാലും കേൾക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ എനിക്ക് പോയേ പറ്റത്തുള്ളായിരുന്നു. നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ എന്നോട് ചോദിക്കും. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ എന്നോട് പറയും പോകണ്ട എന്ന്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ്, ഏതായാലും എല്ലാം നല്ലതിന് വേണ്ടി മാത്രമെന്ന് നിങ്ങൾ കരുതിയാൽ മതി എന്ന് പറഞ്ഞിട്ട് റൂമിനകത്തേക്ക് കയറി പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും അലീന ചോദിക്കുന്നുണ്ട്, അച്ഛന് എന്താ വേണ്ടത്, ഒരു കോഫി എടുത്തുകൊണ്ട് തരട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഒരു കട്ടുപ്പം കൂട്ടി ഒരു കുറച്ച് ഏറെ മധുരം ഇട്ട് കടുപ്പം കൂട്ടി ഒരു ബ്ലാക്ക് കോഫി എനിക്ക് വേണം എന്ന് പറയുകയാണ്. അങ്ങനെ ബാലചന്ദ്രൻ നേരെ മുകളിലത്തെ നിലയിലേക്ക് റൂമിലേക്ക് പോയി. അവിടെ ഒരു കസേരയുണ്ട്, ബാലചന്ദ്രൻ സ്ഥിരമായിട്ടിരിക്കുന്ന കസേര. ആ ഒരു പഴയ കസേരയിൽ ചാരിക്കിടന്നുകൊണ്ട് എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടുന്നുണ്ട്. നമ്മുടെ അലീനയെക്കുറിച്ചാണോ വൈജയെക്കുറിച്ചാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും അവിടെ നിന്ന് കുറേ നേരം ആലോചിച്ച് എന്തൊക്കെയോ ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്. ഏതായാലും ഈ ഒരു സമയത്ത് താഴെ മക്കൾ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്. രോഹിത്താണെങ്കിലും കൃഷ്ണമോളാണെങ്കിലും ബബിതയാണെങ്കിലും പരസ്പരം സംസാരിക്കുന്നത് വേറെ ഒന്നുമല്ല, അച്ഛൻ എവിടെ പോയതായിരിക്കും, അച്ഛൻ എന്തിനാണ് പോയത്, ഈ 3 ദിവസം അച്ഛൻ എന്തിനാണ് മാറി നിന്നത് എന്ന ആ ഒരു സംഭാഷണം തന്നെയാണ് മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടത്തുന്നത്. എന്നിട്ടും അലീനയ്ക്ക് എന്താ പറയുക, അലീനയ്ക്ക് അറിയണം. അലീന പതുക്കെ ആ ഒരു ബ്ലാക്ക് കോഫി ആയിട്ട് റൂമിലേക്ക് ചെന്ന ഉടനെ അച്ഛൻ്റെ മനസ്സ് സങ്കടപ്പെട്ടിരിക്കുന്നത് കാണാൻ കഴിയത്തില്ലാത്തൊരു മോള് തന്നെയാണ് അലീന നേരെ ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുകയാണ്, എന്തിനാ അച്ഛ എന്നോട് നുണ പറയുന്നത്? അച്ഛൻ എവിടെ പോയതായിരുന്നുവെന്ന് എന്നോട് പറഞ്ഞാൽ എന്താ അച്ഛാ പ്രശ്നം ഇരിക്കുന്നത്? അച്ഛൻ്റെ ഈ മനസ്സിൽ എന്തൊക്കെയോ ഭാരം ചുമന്ന് പേര് നടക്കുകയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അച്ഛൻ പറ അച്ഛൻ എന്താ സംഭവിച്ചത്? അച്ഛൻ എവിടെയാണ് പോയത്? ഒന്ന് പറ. അമ്മയുടെ കാര്യത്തിന് എന്തെങ്കിലും ആണോ പോയത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ബാലചന്ദ്രൻ പറഞ്ഞു, അവളുടെ പേര് നീ മിണ്ടിപ്പോകരുത്. അവൾ കാരണമാണ് എനിക്കിതൊക്കെ ചെയ്യേണ്ടി വരുന്നതും എനിക്ക് അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വരുന്നതും എൻ്റെ ജീവിതം കുട്ടിച്ചോറായതും അവൾ ഒറ്റയൊരുത്തി കാരണമാണ്. അവൾ കാരണം തന്നെയാണ് ഞാൻ ഈ 3 ദിവസം മാറി നിന്നിട്ടുള്ളതെന്ന് പറഞ്ഞപ്പോൾ, അമ്മ കാരണോ? അല്ല എന്തു പറ്റി? അമ്മ ഡിവോഴ്സ് നോട്ടീസ് വീണ്ടും അയച്ചോ? ഡിവോഴ്സ് നോട്ടീസ് അയച്ചതൊന്നുമല്ല. ഡിവോഴ്സ് നോട്ടീസ് അയച്ചാൽ അവൾക്ക് ഞാനൊരു ഒപ്പിട്ട് കൊടുത്ത് അതവിടെ തീർക്കും. പക്ഷേ അവൾ 10-23 വർഷം മുമ്പ് സ്നേഹിച്ച ഒരാളുണ്ടായിരുന്നുവല്ലോ, അവൾ ജീവൻ പറിച്ച് അവളുടെ ശരീരം കൊടുത്ത് സ്നേഹിച്ച ഒരാൾ, അത് വേറെ ആരുമല്ലല്ലോ, അത് നിൻ്റെ അച്ഛനല്ലേ. അയാളെ കാണാൻ വേണ്ടിയാണ് ഞാൻ പോയതെന്ന്. ഇത് കേട്ടതും നമ്മുടെ അലീന ഞെട്ടിപ്പോയി കേട്ടോ. തൻ്റെ അച്ഛനെ അല്ലെങ്കിൽ തന്നെ ജനിപ്പിച്ച തൻ്റെ അച്ഛനെ കാണാൻ പോയിട്ട് ബാലചന്ദ്രൻ പറയുക അച്ഛനെ കാണാൻ പോയതാണെന്ന്. അലീന ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും മനസ്സിൽ ഒരുപാട് ആഗ്രഹമുണ്ട് അലീനയ്ക്ക്, എങ്ങനെയെങ്കിലും തൻ്റെ അച്ഛനെ കാണണം, പോകണം എന്നൊക്കെ. അപ്പോൾ ആ ഒരു സമയത്ത് അച്ഛനെ കണ്ടു എന്ന് പറയുമ്പോഴത്തേക്കും അലീനയ്ക്ക് ഉണ്ടാകുന്ന ഒരു ഷോക്ക്. അപ്പോഴത്തേക്കും തന്നെ അലീന ചോദിച്ചു, എൻ്റെ അച്ഛനെയോ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും, അതെ നിൻ്റെ അച്ഛനെ തന്നെ. എന്താ ഈ അച്ഛനെ ഇപ്പം നിനക്ക് വേണ്ടേ? ആ അച്ഛനെ നിനക്ക് കാണണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അത് വേറൊന്നും അല്ല അച്ഛ, ഈ അച്ഛൻ തന്നെയാണ്. ജന്മം കൊണ്ടല്ല അച്ഛനാകുന്നത്, അത് കർമ്മം കൊണ്ടാണ്. കർമ്മം കൊണ്ട് എൻ്റെ സ്വന്തം അച്ഛനാണ്. എനിക്ക് ജന്മം നൽകിയ സ്വന്തം അച്ഛനായിട്ട് തന്നെയാണ് ഞാൻ നെടുമ്പുരയ്ക്കൽ വീട്ടിൽ ബാലചന്ദ്രനെ കാണുന്നത്. നമ്മുടെ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് നിൻ്റെ അച്ഛനെ കാണണ്ടേ? സ്റ്റാൻലിയാ നിൻ്റെ അച്ഛനെന്ന് നിനക്കറിയാലോ. സ്റ്റാൻലി എന്ന് പറയുന്നത് നിൻ്റെ അച്ഛനെ കാണണ്ടേ നിനക്ക് എന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നത്, അച്ഛൻ എന്താ വിചാരിച്ചത്? അച്ഛന് എന്നെ അറിയാലോ,
സ്റ്റാൻലി ആരാണ് എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ എനിക്ക് എപ്പോഴേ കണ്ടുപിടിക്കായിരുന്നു. ഞാൻ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ അത് ഞാനത് നേടിയെടുക്കുന്ന അച്ഛൻ അറിയാമല്ലോ. പിന്നെ ഞാൻ എന്തുകൊണ്ട് സ്റ്റാൻലി എന്ന് പറയുന്ന എൻ്റെ അച്ഛനെ അന്വേഷിക്കാൻ പോയില്ല? സ്റ്റാൻലി ആണ് എൻ്റെ അച്ഛനെന്ന് പറഞ്ഞിട്ടും ഞാൻ സ്റ്റാൻലി എവിടെയാണ്, എങ്ങനെയാണ് എന്നൊന്നും ഞാൻ തിരക്കിയില്ല. അതിനെന്താ കാരണം എന്ന് അച്ഛൻ അറിയാമോ? ഞാൻ എൻ്റെ അമ്മയെ തിരക്കി ഒരുപാട് നടന്നു, ഒരുപാട് അലഞ്ഞു. അങ്ങനെ ഒടുവിൽ ഞാൻ എൻ്റെ അമ്മയെ കണ്ടെത്തി. എന്നിട്ട് എന്താ ഉണ്ടായത്? ഇപ്പോൾ ഒരു കുടുംബം കുട്ടിച്ചോറാക്കി ഒരു പെണ്ണായിട്ട് ഞാൻ മാറിയില്ലേ? എന്നെ ആ അമ്മ വെറുക്കുകയല്ലേ? എന്നെ ആ അമ്മ സ്വീകരിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഇതുപോലെ ഒരു കുടുംബവും കൂടെ കുട്ടിച്ചോറാക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. എൻ്റെ അച്ഛൻ ആരാണെന്ന് എനിക്ക് അറിയണ്ട, എൻ്റെ അച്ഛൻ്റെ കുടുംബം ഏതാണെന്ന് എനിക്ക് അറിയണ്ട. എൻ്റെ അച്ഛനെ തേടിപ്പോയിട്ട് ലാസ്റ്റ് എൻ്റെ അച്ഛൻ്റെ ഫാമിലിയും കൂടി ഞാൻ തകർത്ത് തരിപ്പണമാക്കി ഒരു പെണ്ണാണെന്നുള്ള പേരെനിക്ക് വേണ്ട. അതുകൊണ്ടാണ് അച്ഛൻ ഞാൻ കാണാൻ പോകാത്തത്. എനിക്ക് വേണ്ട. ആ അച്ഛൻ ആരാണെന്ന് എനിക്ക് അറിയണ്ട, എനിക്കൊന്നും വേണ്ട. ഈ അമ്മ ആരാണെന്ന് അറിഞ്ഞത് കൊണ്ടാണല്ലോ ഞാൻ ഈ അമ്മയെ തേടി ഈ വീട്ടിലേക്ക് വന്നതൊക്കെ. ഞാൻ പറഞ്ഞിട്ടല്ല അച്ഛൻ എൻ്റെ അമ്മയാണ് വൈജ എന്ന് അറിഞ്ഞത്. പക്ഷെ ഞാൻ വന്നത് കൊണ്ടാണല്ലോ അച്ഛൻ അറിഞ്ഞത്. ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇപ്പം അച്ഛനും അമ്മയും എൻ്റെ സഹോദരങ്ങളൊക്കെ സന്തോഷത്തോടു കൂടി ഈ വീട്ടിൽ കഴിയേണ്ടതല്ലായിരുന്നോ? അപ്പം ഞാനല്ലേ എല്ലാത്തിനും കാരണക്കാരി എന്ന് പറഞ്ഞപ്പോഴേക്കും ബാലചന്ദ്രൻ അലീനെ ഒന്ന് നോക്കുകയാണ് കേട്ടോ. അലീനയുടെ ആ ഒരു ദയനീയ അവസ്ഥ. അപ്പം അലീനയ്ക്ക് ഉണ്ടാകുന്ന ആ ഒരു മനസ്സിലെ ബുദ്ധിമുട്ട്, താൻ കാരണമാണ് ഒരു കുടുംബം കുട്ടിച്ചോറായത് എന്ന് അലീന ഇപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുകയാണല്ലോ. അപ്പം ബാലചന്ദ്രൻ പറഞ്ഞു, നീ എന്താ മോളെ ഈ പറയുന്നത്? നീ കാരണമല്ല ഒരിക്കലും. നീ അല്ല ഒന്നിനും കാരണം. നീ ജനിച്ചത് നീ ചെയ്ത പാപം കൊണ്ടാണോ? ഒരിക്കലുമല്ല. ഞാൻ ജനിച്ചത് ഞാൻ ചെയ്ത പാപം കൊണ്ടാണോ? ഒരിക്കലുമല്ല. നീ അതോർത്ത് ഒരിക്കലും വിഷമിക്കരുത്. നീ കാരണമാണ് ഈ കുടുംബം ഇല്ലാതായതെന്ന് നീ വിചാരിക്കരുത്. നീ അപ്പോൾ ഓർക്കണം, 10-23 വർഷം ഒരു മനുഷ്യനെ ഇട്ട് വട്ട് കളിപ്പിച്ച് ഒരു മനുഷ്യനെ ചതിച്ച് വഞ്ചിച്ച് കൂടെ നിന്ന ഒരാളുടെ മുഖം മൂടി അഴിഞ്ഞു വീഴല്ലേ ചെയ്തത്? ഒരാളുടെ അല്ല, ആ ഒരു കുടുംബം മുഴുവൻ എന്നെ പറ്റിച്ച് ചതിച്ച് ജീവിക്കായിരുന്നു. ആ ഒരു മുഖം മൂടി അഴിഞ്ഞു വീണ് എന്നെ ഇപ്പം ഇവിടെ ഒരു ആണിനെ പോലെ നിർത്താൻ സഹായിക്കുന്നത് നീയാണ്. നീ ചെയ്തത് എന്തു പാപമാണ്? നീ ഒരു പാപവും ചെയ്തിട്ടില്ല. പാപം ചെയ്തവരാണിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരിനി എന്നും അങ്ങോട്ട് അനുഭവിച്ച് കറങ്ങി തിരിഞ്ഞ് നടക്കുകയേ ഉള്ളൂ. പാപം ചെയ്തവൻ അനുഭവിക്കും. അതിപ്പം ഞാൻ ശിക്ഷ കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷെ വൈജയുടെ ശിക്ഷ വിധിക്കുന്നതും വൈജയുടെ കാലനും ഞാൻ തന്നെയാണ്. അതിന് യാതൊരു മാറ്റവും ഉണ്ടാകത്തില്ല. കാരണം അവളുടെ കുടുംബക്കാർക്ക് കാര്യങ്ങൾ പറഞ്ഞില്ല എങ്കിലും, കുടുംബക്കാരെന്നോട് പറഞ്ഞില്ലെങ്കിലും അവൾക്ക് പറയാമായിരുന്നല്ലോ. ഇനിയാണെങ്കിലും അവൾക്ക് ഞാൻ സമയം കൊടുത്തിട്ടുണ്ട്, പറയട്ടെ എന്ന്. വൈജ നീ മകളാണെന്ന് അറിയുന്നുവോ, അന്ന് എൻ്റെ ജീവിതത്തിൽ നിന്നും അവൾ പടിയിറങ്ങിപ്പോവും. പക്ഷെ അതിനു മുമ്പ് അവൾ ചെയ്ത പാപങ്ങളും അവൾ ചെയ്ത തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ എന്നോട് തുറന്നു പറയുകയാണെങ്കിൽ അവൾ എൻ്റെ കൂടെ തന്നെ ജീവിക്കും, എൻ്റെ ഭാര്യയായിട്ട്. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ അലീന എന്ത് പറയാനാണ്? അലീന പറഞ്ഞു, അത് പിന്നെ ഞാൻ താഴേക്ക് ഇറങ്ങി പൊക്കോട്ടെ അച്ഛാന്ന് ചോദിച്ചപ്പം നമ്മുടെ ബാലചന്ദ്രൻ ഓക്കെ നീ ഇറങ്ങിപ്പൊക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ കോഫിയൊക്കെ ക്ലാസ് എടുത്തുകൊണ്ട് നമ്മുടെ അലീന ഇറങ്ങി പോവുകയാണ്. ഏതായാലും അലീന ഇറങ്ങി ചെല്ലുമ്പോഴും താഴെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. രോഹിത്തും കൃഷ്ണമോളും ഭവിതയും എവിടെയായിരിക്കും അച്ഛൻ പോയത്, എന്തിനായിരിക്കും അച്ഛൻ പോയത് എന്നൊക്കെ സംസാരിച്ചുകൊണ്ട് ഇരിപ്പുണ്ട് കേട്ടോ. ഏതായാലും അതൊന്നും കാണാതെ, അതൊന്നും കണ്ടത് നടിക്കാതെ നമ്മുടെ അലീന നേരെ കിച്ചണിലേക്ക് ചെന്നു. അലീനയ്ക്കും ബാലചന്ദ്രനും അറിയാവുന്ന കുറേ സത്യങ്ങൾ അതുമാത്രം ഇനി ബാക്കി. ഏതായാലും ഇനിയിപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് കഥയിൽ, ഇനിയിപ്പോൾ എന്താണ് ട്വിസ്റ്റ് നടക്കാൻ പോകുന്നതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാമല്ലേ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കാട്ടോ. അപ്പോൾ അടിപൊളി വിശേഷങ്ങളൊക്കെയാണ് വരാനിരിക്കുന്നത്. നമ്മുടെ ബാലചന്ദ്രനായിട്ട് സത്യങ്ങൾ പറയില്ല, വൈജയായിട്ട് ഇനി ബാലചന്ദ്രനോട് സത്യങ്ങളൊക്കെ ഏറ്റു പറയാനുള്ളൊരു മനസ്സ് വൈജയ്ക്ക് ഉണ്ടാകുമോ എന്നൊക്കെ കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ എല്ലാവരും കാത്തിരിക്കാട്ടോ. അടിപൊളി വിശേഷങ്ങളുമായിട്ട് നമ്മളെന്നും ഉച്ചയ്ക്ക് വരുന്നതായിരിക്കും. അപ്കമിങ് വിശേഷങ്ങളാണ്, അതായത് വരാനിരിക്കുന്ന വിശേഷങ്ങളാണ്. ഇതിപ്പോൾ 1 മാസം കഴിഞ്ഞോ ഒക്കെയോ ആയിരിക്കും ചിലപ്പം വരിക. നമ്മൾ നോവലിനെ ബേസ് ചെയ്താണ് കഥ പറയുന്നത്, കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ റിയൽ സ്റ്റോറിക്കകത്ത് ഫുൾ വിശേഷവും പ്രമോ വിശേഷവും ഒക്കെ നമ്മൾ ഇടാറുണ്ട്. രാവിലെ 7:30 ഫുൾ വിശേഷവും വൈകിട്ടൊരു 8:30 ആകുമ്പോഴത്തേക്കും പ്രമോ വിശേഷവും ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, ആ ചാനലൊന്ന് പോയി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യുക.